കുട്ടിത്തം നിറഞ്ഞ മുഖഭാവവും ചിരിയും ഗ്ലാമർ വേഷങ്ങളെക്കാൾ ധാവണിയും സാരിയുമൊക്കെ ചുറ്റി തനി നാടൻ ലുക്കിൽ അയൽപ്പക്കത്തെ കുട്ടിയായി എത്തിയ താരമാണ് കീർത്തി സുരേഷ്. എന്നാൽ പ്രണയിച്ച് വിവാഹിതയായ കീർത്തിയുടെ പുതിയ വെളിപ്പെടുത്തലാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. കീർത്തിയുടെ ആ രഹസ്യ ജീവിതം കേട്ടതോടെ മിണ്ടാപ്പൂച്ച കലമുടച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയിലെത്തും മുമ്പേ 2010 18-ാം വയസ്സിൽ രഹസ്യ പ്രണയം. ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലിന്റെ പിന്നാലെ കൂടി അങ്ങോട്ട് ചെന്ന് പ്രണയിക്കാൻ നടന്നു. ആദ്യമായി കണ്ടപ്പോൾ കണ്ണിറുക്കിക്കാട്ടി. 2016 മോതിരം കൈമാറി. കോവിഡ് കാലം മുതൽ രഹസ്യമായി ഒന്നിച്ചു താമസവും തുടങ്ങി. ഇങ്ങനെ നീളുന്നു കീർത്തി സുരേഷിന്റെ വെളിപ്പെടുത്തൽ. ഗലാട്ട ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് കീർത്തി തന്റെ പ്രണയ ജീവിതം പങ്കുവച്ചത്. ഓർക്കുഡ് വഴിയായിരുന്നു ആദ്യം ഞങ്ങൾ ബന്ധപ്പെട്ടത്. ഞാൻ തന്നെയാണ് ആന്റണിയെ അങ്ങോട്ട് മുട്ടിയത്. 1 മാസത്തോളം ചാറ്റ് ചെയ്തു. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ആദ്യമായി കണ്ടപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനൊന്ന് കണ്ണിറുക്കിക്കാട്ടി. പിറ്റേ ദിവസം ഒരു മാളിൽ വെച്ച് വീണ്ടും കണ്ടു. എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ആ വർഷം ന്യൂ ഇയറിന് ആന്റണി എന്നെ പ്രപ്പോസ് ചെയ്തു. 2010-ലായിരുന്നു ഇത്. 2016 ഞങ്ങൾ മോതിരം കൈമാറി. പിന്നീട് വിശേഷ ദിവസങ്ങളിൽ രഹസ്യമായി ഞങ്ങൾ കണ്ടിരുന്നു. കോവിഡ് കാലം മുതൽ ഒന്നിച്ചായി താമസം. ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഒപ്പമുണ്ട് ആന്റണി. എൻ്റെ ഭാഗ്യമാണ് അദ്ദേഹം, കീർത്തി വെളിപ്പെടുത്തി. പ്രണയബന്ധവും ഒന്നിച്ചുള്ള ജീവിതവും അതീവ രഹസ്യമായി ഇക്കാലം അത്രയും സൂക്ഷിക്കാൻ കീർത്തിക്കും ആന്റണിക്കും കഴിഞ്ഞിരുന്നുവെന്നതാണ് മറ്റൊരു കാര്യം. സിനിമാക്കാർക്കോ മാധ്യമങ്ങൾക്കോ വിവാഹം വരെയും ഒരു വിവരവും ചോർന്നു കിട്ടിയതുമില്ല. ഇക്കഴിഞ്ഞ ഡിസംബർ 12-ന് ഗോവയിൽ വിവാഹം നടക്കുന്നതുവരെ അത് അങ്ങനെ തന്നെ തുടർന്നു. 2013-ൽ ഗീതാഞ്ജലി എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയായിരുന്നു കീർത്തി സുരേഷ് നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് തെലുങ്കിലും തമിഴിലുമടക്കം മുൻനിര നായികയായി മാറി. എന്നിട്ടും തൻ്റെ പഴയ കാമുകനെ തേക്കാൻ തയ്യാറാകാതെ ഉദാത്ത പ്രണയിനിയായി മാറിയ കീർത്തി തന്നെയാണ് താരം.